ഞെട്ടിച്ച സംഭവമായിരുന്നു പെരിയായിലെ ഇരട്ട കൊലപാതകം. രാഷ്ട്രീയ സംഘടനത്തിന്റെ പേരിൽ 23ഉം 19 വയസ്സും പ്രായമുള്ള 2 ചെറുപ്പക്കാരെ നിഷ്ക്രൂരം കൊല ചെയ്ത നടപടിയെ കേരള സമൂഹം ഒന്നാകെ അപലപിച്ചതാണ്. 2019 ഫെബ്രുവരി 17-നാണ് കല്യോട്ട് ഇരട്ട കൊലപാതകം നടന്നത്. പ്രദേശത്ത് ഏറെ നാളുകളായി സംഘർഷം നിലനിന്നിരുന്നു. ഈ സംഘർഷങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI-യുമാണ് കേസ് അന്വേഷിച്ചത്. 1 വർഷത്തിലധികമായി എറണാകുളം CBI കോടതിയിൽ വിചാരണ നടക്കുകയാണ്. 327 സാക്ഷികളിൽ 150 പേരെ വിസ്തരിച്ചു. മുൻ MLA-യും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന വെളുത്തോളി രാഘവൻ, N ബാലകൃഷ്ണൻ തുടങ്ങി 24 പ്രതികളാണ് CBI-യുടെ കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ 14 പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ 11 പേർ വിയ്യൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ CBI ചേർത്ത 10 പേരിൽ അന്ന് CPM ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന P രാജേഷ് ഉൾപ്പെടെ 5 പേർ കാക്കനാട് ജയിലിലുമാണുള്ളത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 6-ാം പ്രതി ശ്രീരാഗ്, 10-ാം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് ഇടയ്ക്ക് പരോള് ലഭിച്ചിരുന്നു. നാളെ കേസിന്റെ വിധി പുറത്തേക്ക് വരുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് കല്ലിയോട്ട് ഗ്രാമവും കോൺഗ്രസും. കല്യോട്ട് പെരുങ്കള്ളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അക്രമി സംഘം ഇരുവരെയും വെട്ടിവീഴ്ത്തുകയായിരുന്നു. തലയ്ക്ക് വെട്ടേറ്റ കൃപേഷ് സംഭവസ്ഥലത്തും ശരത്ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരിച്ചു. ഇരുവരുടെയും കൊലപാതകത്തെ തുടർന്ന് ഉയർന്നു വന്ന വിമർശനവും ജനരോക്ഷവും കാരണം CPM കടുത്ത പ്രതിരോധത്തിലായിരുന്നു. തെളിവുകളും സാക്ഷികളും കോടതിയിൽ എത്തി എന്നതിന്റെ ആത്മവിശ്വാസം കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ഇനിയെങ്കിലും മേഖലയിൽ സമാധാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിനു ശേഷം നിരവധി അക്രമ സംഭവങ്ങളാണ് പെരിയ കല്ലോട്ട് ഭാഗങ്ങളിൽ അരങ്ങേറിയത്. ചെറുപ്പക്കാരുൾപ്പെടെ നിരവധി പേർ ഇരുഭാഗങ്ങളിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. 5 വർഷത്തിനിപ്പുറം കൊലപാതക കേസിൽ വിധി വരാനിരിക്കെ CBI കോടതിയിലാണ് കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മുഴുവനും. കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ പ്രതികൾക്കു വേണ്ടി നിലകൊണ്ടെന്നാണ് വിമർശനം. സുപ്രീം കോടതി ഇടപെട്ടതാണ് കേസിൽ വഴിത്തിരിവായതെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. കൊച്ചി CBI കോടതി കേസിൽ നാളെ വിധി പറയാനിരിക്കെ സംയമനം പാലിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിയായിൽ നിന്നും ഉയർന്ന പെരിയ വേദനയ്ക്കും കണ്ണീരിനും സാക്ഷി നിർത്തി നാളെ കോടതി വിധി പറയും. രാഷ്ട്രീയ കേരളത്തിൽ അരും കൊലയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും പാഠമാകട്ടെ നാളത്തെ ദിവസം.